ഗൈസ് ഇതാ നമ്മളങ്ങനെ ഹിമവത് ഗോപാലസ്വാമി ഹിൽസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത്. നമ്മളിതാ ഗുണ്ടൽപേട്ട് നിന്ന് ഊട്ടി റോഡിലേക്ക് പോകുമ്പം കുറച്ച് മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ കവാടം തന്നെ നോക്കുക, അടിപൊളിയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് ബസ്സിന് പോകണമെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് പോയേക്കാം ഗൈസ്. അപ്പോൾ നമ്മളിതാ ഗോപാലസ്വാമി ഹിൽസിൻ്റെ എൻട്രിയിലുണ്ട്. ഇനി ഇവിടുന്ന് ബസ്സിൽ വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതിവിടെ ഓപ്പൺ ആകുന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്, വലിയ തിരക്കില്ല രാവിലെ തന്നെ ആയതുകൊണ്ട്. എങ്ങനെയുണ്ട് സന്തോഷേട്ടാ ഗോപാലസ്വാമി ഹിൽസ്? ജനവലിയ ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 70 രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത്. നമുക്ക് 3 പേർക്കും കൂടി 210 രൂപ ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗോപാലസ്വാമി ഹിൽസിലെ മേലേക്ക് കയറി പോകുന്ന ബസ്. അപ്പോൾ ഇതിൽ നമ്മൾ വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതാ ഷാറൂൺ, ഇതാ സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ നമ്മൾ ക്യൂ എന്നതിനെ പറ്റി എന്താ പറയാനുള്ള പറയാനില്ല. മുമ്പിലെത്തിയ ഇടക്കൂടി കയറാൻ നോക്കിയിട്ട് എന്ത് സംഭവിച്ചു? ഷാരോണ് പറഞ്ഞത് ഇടക്കൂടി കയറിയാൽ വേഗം അങ്ങ് എത്തുമെന്ന്. നമുക്കങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. സന്തോഷേട്ടാ നോക്ക്, ഫ്രണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കുന്ന പറഞ്ഞിട്ട് എന്തായാലും നോക്കാം എങ്ങനെ തന്നെ. ഫസ്റ്റ് ഞാൻ ഈ ബസ്സിൽ കയറിയത് നല്ല തിരക്കിട്ടായിരുന്നു. ഞങ്ങൾ വേഗം ഓടി കയറി. അങ്ങനെ നമ്മൾ ബസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് കൂടിയുള്ള ചുരത്തിൽ കൂടി കയറി മേലേക്ക് പോകണം. അതാണ് നമ്മളെ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ട്രിപ്പ്. ഫ്ലൈറ്റ് അല്ല, സ്റ്റേറ്റ് ബസ്സിലാണ് ഗൈസ്. നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ഒരു വ്യൂ ഇല്ലേ, ആ ഒരു വ്യൂ ശരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫ്ലൈറ്റിലുള്ളത്, നമ്മൾ KSRTC കർണാടക KSRTC അത് തന്നെ ശരിക്കും നമ്മളായ ഒരു സംഭവം അടിപൊളി വ്യൂ ആണ്. നമ്മളിപ്പോൾ ക്യാമറയിൽ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഗംഭീര വ്യൂ ആണ്. അങ്ങനെ ഞങ്ങളിതാ ഗോപാലസ്വാമി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ബസ് നിർത്തിയിട്ട് വേണം, ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ചുരം, ആ ഹെയർ പിൻ ബെൻഡുകളിലെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗൈസ്. ഇവിടുത്തെ വ്യൂ നോക്ക്, എന്താ വ്യൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നല്ല തണുത്ത കാറ്റ്, അത്യാവശ്യം വെയിൽ കാര്യങ്ങളുണ്ട്, എന്നാൽ നല്ല തണുത്ത കാറ്റാണ്. സന്തോഷം എങ്ങനെയുണ്ട്? കാരണമാണ് അടിപൊളി വ്യൂ അല്ലേ, വൈബ് ഏരിയ ആണ്. നമ്മൾ വന്ന ബസ്സാണിത്. ബസ് കണ്ട KSRTCൻ്റെ നല്ല അടിപൊളി ബസ്സാണ്. അങ്ങനെ ഇതാ ഗോപാലസ്വാമി ഹിൽസിൻ്റെ ആ ടെമ്പിളിനുള്ളിലേക്ക് നമ്മൾ കയറി പോവാണ്. ആ മരങ്ങൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ ഇനി ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലേക്കുള്ള കാഴ്ചകളൊന്ന് കാണട്ടെ ഗൈസ്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് വന്ന ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റും തണുപ്പും ഉണ്ട്. പിന്നെ ഈ ചില സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല കോടയും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് ഇവിടുന്ന് പറയുന്നത് കേട്ടു. പക്ഷേ നമ്മളിത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇയാൾ അമ്പലത്തിലും കയറി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി കാഴ്ചയാണ്. കാട്ടിൽ ആന വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ അടുത്ത് വന്നു പോകും. ആരും ഉപദ്രവിക്കൊന്നും, ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ റിട്ടേൺ കയറാൻ പോവാണ്. നമ്മളിതാ ഗോപാലസ്വാമി ഹില്ലിൽ നിന്ന് റിട്ടേൺ ബസ്സിന് കയറാൻ പോവാണ്. സന്തോഷേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ തണുപ്പ്? അപ്പോൾ ഇതാ നമ്മളിതാ ഈ ബസ്സിലാണ് നമ്മൾ റിട്ടേൺ ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു വ്യൂ ഇല്ലേ, ആ ഒരു വ്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. കാരണം നമ്മൾ എത്രയോ ഹൈറ്റ് മുകളിലുള്ളത്. അപ്പോൾ ഇത് ലാൻഡ് ചെയ്യുന്നൊരു ഫീല്, ശരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഫ്ലൈറ്റിലല്ല, നമ്മൾ KSRTCയിലാണ്. ഇതാണ് കർണാടക KSRTC ബസ്. അടിപൊളിയാണ് ബസ്, നല്ല അടിപൊളി ബസ്സാണ്. എങ്ങനെയുണ്ട് ഷാറോണേ ട്രിപ്പ്? ചേട്ടാ അടിപൊളി. ഇപ്പോൾ നമ്മളിതാ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മളിതാ KSRTC ബസ് നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മളെ വണ്ടി പാർക്കിങ്ങിലുള്ള വണ്ടി എടുത്തിട്ട് നമ്മൾ റിട്ടേൺ പോകണം. ഇതാണ് നമ്മൾ വന്ന അശോക് ലേലൻഡ് ബസ്.
ഗൈസ് അങ്ങോട്ടേക്ക് കയറാനുള്ള ക്യൂ ആണിത്. ക്യൂ അങ്ങ് ലാസ്റ്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ രാവിലെ എത്തിയതുകൊണ്ട് അത്ര ക്യൂ ഇല്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ എല്ലാവരും മാക്സിമം രാവിലെ എത്താൻ നോക്കുക. രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഒരു 8:30 ഇവിടെ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ മുന്നേ എത്തിക്കഴിഞ്ഞാൽ വലിയ ക്യൂ ഇല്ലാതെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ കണ്ട ക്യൂ കണ്ട, ഒന്നാമത് ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും, പക്ഷേ അത്യാവശ്യം നല്ല ക്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെയാണ് വണ്ടി പാർക്കിംഗ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്, പേ പാർക്കിംഗ് ആണ്. 60 രൂപയാണ് പാർക്കിങ്ങിന് വരുന്നത്. ഏകദേശം വണ്ടി നന്നായിട്ട് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വണ്ടി നോക്കുമ്പോൾ ഇത്ര വണ്ടിയൊന്നുമില്ല, ആകെ കുറഞ്ഞ വണ്ടിയേ ഉള്ളൂ. നമ്മൾ വണ്ടി വെച്ച സ്ഥലം കാണുന്നില്ല. അതെ നമ്മളെ വണ്ടി കണ്ടിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മളെ വണ്ടി. അടുത്ത നമ്മൾ ഈ വണ്ടീൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു വണ്ടി എടുത്തതാണ്, അപ്പോൾ അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യാം. നല്ല പാർക്കിംഗ് ഫുള്ളാണ്, സംഗതി അടിപൊളിയാണ്. അപ്പോൾ സന്തോഷേട്ടാ, നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ള നമ്മളെ ട്രിപ്പിനെ പറ്റി? ഒന്നും പറയല്ല, രാവിലെ വരുക, പിന്നെ നുഴഞ്ഞു കയറാൻ ആരും വിചാരിക്കണ്ട. ക്യൂര് നിന്ന് കയറിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. കാരണം വെച്ചാൽ ഞാൻ മെല്ലെ കയറാൻ നോക്കി. എങ്ങനെയുണ്ട്? നല്ലൊരു ട്രിപ്പായിരുന്നു. പരമാവധി എല്ലാവരും ഇവിടെ വന്ന് ആസ്വദിക്കുക. ബസ് എങ്ങനെയുണ്ട്? ബസ്സിലെ യാത്ര ബസ് അടിപൊളിയല്ലേ? ബസ്സിലെ വ്യൂ തന്നെ അടിപൊളിയാ. ഇപ്പൊ നമ്മളിതാ ഗോപാലസ്വാമി പേട്ടയിൽ ഇറങ്ങി വരുമ്പോൾ ഉള്ള റോഡിലുള്ള വ്യൂ ആണ്, അടിപൊളിയാണ്. നോക്ക് സംഗതി എങ്ങനെയുണ്ട്? സന്തോഷേട്ടാ? സൂപ്പർ. കാരണം എങ്ങനെയുണ്ട്? അടിപൊളി.